ഡോക്ടർ യങ് ഏജിൽ അതായത് ഒരു 30s ഈ വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്? വളരെയധികം സാധ്യതകളുണ്ട്. നമുക്ക് ഒരുപാട് കേസസ് യങ് ഏജിൽ കിട്ടാറുണ്ട്. യങ് ഏജും അതിൻ്റെ ഏർലി സ്റ്റേജും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഡോക്ടറെ, നമ്മളിൽ മിക്കവാറും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, വൈകിട്ട് ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശരീരവേദനയാണ്, ജോയിൻസ് വേദന എടുക്കുന്നു. അപ്പം നമ്മൾ തന്നെ അതിൻ്റെ ഒരു സമാധാനം കണ്ടെത്തുന്നത് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ്റെ ആയിരിക്കും. അങ്ങനെ ഒരു മെക്കാനിക്കൽ റീസൺ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും പെയിൻ ഡോമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് സമാധാനിപ്പിക്കും. ശരിക്കും യങ് ഏജിൽ അതുകൊണ്ട് മാത്രമാണോ ഇങ്ങനെ വേദനകൾ ഉണ്ടാവണം? എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? അങ്ങനെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അതൊരു കാരണം തന്നെയാണ്. ഇരുത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈനിനെ അത് കംപ്രസ് ചെയ്യുക തന്നെയാണ് ചെയ്യുക. പക്ഷേ അത് മാത്രമല്ല റീസൺ. പലപ്പോഴും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ടായിരിക്കും. ഉറക്കം, ഭക്ഷണം, സ്ട്രെസ്സ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരം വീക്കാവുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഇരുത്തം കൊണ്ടുള്ള പ്രശ്നം കൂടുതലായി വരുന്നത്. പിന്നെ ചില ബോഡി ടൈപ്പ് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു രക്തവാദം അങ്ങനത്തെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഡെഫിനറ്റ്ലി അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഒരു റീസൺ ആയിരിക്കും. പിന്നെ എരിവ് പുളിയുള്ള ആഹാരങ്ങൾ വല്ലാതെ കഴിക്കുക, വിരുദ്ധാഹാരങ്ങൾ, അങ്ങനെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡും എല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അസുഖം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുത്തത്തിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ കിടത്തം ശരിയായില്ല. നമുക്ക് പേഷ്യൻസ് വന്നിട്ട് നമ്മളോട് പറയാറുള്ളത് തന്നെയാണ്, ഡോക്ടർ ഇരുത്തത്തിൻ്റെ ആയിരിക്കും, ഞാൻ എപ്പോഴും ഇരുന്നിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ അത് അല്ലാന്നല്ല, പക്ഷേ ചില ആൾക്കാരിലെങ്കിലും അത് ചിലപ്പോൾ ഒരു രക്തവാദത്തിൻ്റെയോ ഒരു ആർത്രൈറ്റിക് ഫീച്ചേഴ്സാണത്. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെയൊക്കെ റിവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇവരുടെ ബോൺസും സ്കെൽറ്റനും ഒക്കെ അത്രയും വീക്കായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു വൺസ് ഇൻ ഇയർ എങ്കിലും വൈറ്റമിൻ ഡി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഈ അസുഖം എന്തുകൊണ്ട് വന്നു ഇതിനെ ചെറുതായി തള്ളിക്കളയാതെ, ചിലപ്പോൾ ചില ജോയിൻറ്റ് പെയിൻസ് അവിടെ ഇവിടെ ഉളുക്ക് ഇതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെ അങ്ങനെ ഒരു ചെറിയ രീതിയിൽ തള്ളിക്കളയാതെ അതിൽ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് നമുക്ക് കൂടി ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബോഡിയിൽ വന്നിട്ടുള്ള ആ ഒരു ഫിസിക്കൽ ചേഞ്ചസിനെ നമുക്ക് റിവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെറ്റബോളിക് ലെവലിൽ തന്നെയാണ് കറക്ഷൻ വരുത്തുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത്, ആ ഒരു അസുഖം നിങ്ങളിൽ എന്ത് കാരണം വന്നു എന്നും കൂടി ആലോചിക്കുന്നത് പലപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ആയുർവേദത്തിനെ സംബന്ധിച്ച് ചികിത്സ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, സെക്കൻഡ് ഫുഡ്, തേർഡാണ് മെഡിസിൻ. അല്ലാതെ ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം മാറി അല്ലെങ്കിൽ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് വിചാരിക്കരുത്. സ്ട്രെസ് കുറയ്ക്കണം, പിന്നെ സ്ലീപ്പ് നല്ലതായിരിക്കണം. നമുക്ക് നല്ല സൗണ്ട് സ്ലീപ്പ് 4 മണിക്കൂറാണെങ്കിലും മതി. പക്ഷേ പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ ബോഡി മാത്രമാണ് ഉറങ്ങുന്നുണ്ടാവുക, മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു അവയർനെസ് കൊണ്ടുവരിക, അലേർട്ട്നെസ് അല്ല, നമ്മുടെ ബ്രെയിൻ എപ്പോഴും അലേർട്ടാണ്, അതാണ് പ്രശ്നം. പക്ഷെ അവെയർ ആയിരിക്കുക, പ്രസൻറ്റിലിരിക്കുക. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വാതരക്ത ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും. ബോഡി ടൈപ്പ് ആയുർവേദത്തിൽ പ്രകൃതം, ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, അത് പറയുന്നത് തന്നെ ഇന്ന പ്രകൃതമുള്ള ആൾക്കാർക്ക് ഇന്ന അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും ശീലങ്ങളും മാറ്റണം എന്ന് പറയാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് കൂടുതൽ സംരക്ഷിച്ചു പോരാം. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്തിലാണ്. ഒറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയൊരു സംശയമാണ്. ഈ പണ്ട് തൊട്ടേ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ വാദം അല്ലെങ്കിൽ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കാര്യം പ്രായമാവുന്ന സമയത്ത് വരുന്ന ഒരു പ്രശ്നമാണെന്ന്, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ ഒരു 30s ഒക്കെ കടന്നു കഴിയുന്ന ആളുകൾക്കും വാദം വരുന്നതാണോ? തീർച്ചയായിട്ടും. ചില ആൾക്കാർക്ക് ഇപ്പോൾ വാദം എന്ന് പറയുമ്പോൾ അലോപ്പതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഗൗട്ട്, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ പറയാം. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഈ സ്ട്രെസ്സിൻ്റെ അമിതമായ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ്ഡ് ആക്കും. ആ മെറ്റബോളിസം ഡിസ്റ്റർബ് ആകുമ്പോൾ അവിടെ മുതൽ അതൊരു മെറ്റബോളിക് സിൻഡ്രോം പോലെ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഒബേസിറ്റി, അങ്ങനെ അത് മാറിപ്പോവും. പിന്നെ അതുപോലെ തന്നെ യൂറിക് ആസിഡ്, അങ്ങനത്തെയുള്ള കണ്ടീഷൻസ് ഒക്കെ മെറ്റബോളിസത്തിൽ വരുന്ന പ്രശ്നം കാരണം അത് യങ് ഏജിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഈ ഒരു ആർത്രൈറ്റിക് ഫീച്ചേഴ്സിലേക്കുള്ള ചേഞ്ചസ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് വീണ്ടും ആ ഒരു ഹെൽത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അതാണ് ആയുർവേദത്തിന്റെ പവർ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ഡോക്ടറെ കണ്ടപ്പോൾ കൂടുതൽ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആയുർമനയിലാണ്, സിലിക്കൺ ഒയാസിസിലെ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ ആയുർവേദിക് ഡോക്ടറാണ് ഡോക്ടർ സുമി അശോക്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മോസിന ഡോക്ടർ ഉണ്ടല്ലോ അല്ലേ, ഡോക്ടറോട് ചോദിച്ചറിയാം. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന കേസസ് ഒന്നുകിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ഗൗട്ട്,
ഈ മൂന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിനകത്ത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടാണ് കൂടുതൽ. അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വേറൊരു എന്താ പറയുക ഡീജനറേഷനാണ്. നമ്മൾ വിചാരിക്കും ഈ 30 വയസ്സിലൊക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരും, നാട്ടിലൊന്നും വരാറില്ല. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് പേഴ്സൺസ്, ഡാൻസേഴ്സ്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ ചെറിയ ജോയിൻറ്റിൽ, പ്രത്യേകിച്ച് മുട്ടിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരും. ഈ ചേഞ്ചസ് പെട്ടെന്ന്, അതായത് 30-35 വയസ്സിലൊക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. സാധാരണ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതലായിട്ട് കാണുന്നത് ഒരു 40-45 കഴിഞ്ഞിട്ട് വെയിറ്റ് കൂടി, ബോഡി വെയിറ്റ്, കാരണം നമ്മുടെ നീ ജോയിൻ്റ് ആണ് നമ്മുടെ വെയിറ്റ് ബിയറിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് താങ്ങുന്നത്. അപ്പോൾ ആ വെയിറ്റ് ഒബേസിറ്റി ഉള്ള പേഷ്യൻസിന് ഒക്കെയാണ് സാധാരണ ഒരു ഏജ് കഴിയുമ്പോൾ കാണാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൂടുതലുള്ളത്, ഫുട്ബോൾ കൂടുതൽ കളിക്കുന്ന ആളുകൾക്ക് മെനിസ്കൽ ടിയർ ഒക്കെ വരുന്നത് കാരണം ചേഞ്ചസ് വന്നു തുടങ്ങും ഇനീഷ്യലി. പിന്നീട് അത് പെട്ടെന്നുള്ള ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, അതുപോലെ ഗൗട്ട് ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നുണ്ട്. എങ്ങനെയാണ് അതിന് നമ്മൾ ആയുർവേദത്തിലുള്ള ഒരു അപ്രോച്ച്? ഗൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജന്റെ പ്രോട്ടീൻ ഫുഡ് ഡൈജഷൻ, അതിന്റെ മെറ്റബോളിസത്തിലുള്ള പ്രശ്നം, യൂറിക് ആസിഡിന്റെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ജോയിന്റ്സിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരുന്ന പെയിൻ ആണ്. അവിടെ നമ്മൾ മെറ്റബോളിസം കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പെയിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഈ 3 കണ്ടീഷന്റെ ട്രീറ്റ്മെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പറയുമ്പോൾ കുറച്ചും കൂടി ഇൻഫ്ലമേഷൻ കുറക്കുക എന്നുള്ളതാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറയുമ്പോൾ നമ്മൾ അതിനെ റീജനറേറ്റ് ചെയ്തെടുക്കണം, നമുക്ക് റീജനറേഷൻ ആക്കിയെടുക്കണം. ഗൗട്ടി ആർത്രൈറ്റിസ് ആണ് നമ്മൾ മെറ്റബോളിസം കറക്റ്റ് ചെയ്തിട്ട് വേണം അതിന്റെ പെയിനെ കുറയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏർലി ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണെന്ന് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം അസുഖങ്ങൾക്ക്. എന്നാൽ എല്ലാവരും ഇത് വളരെ വേഴ്സ് സിറ്റുവേഷനിലായിട്ടായിരിക്കും ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത്. അതിനെ കുറിച്ചുകൂടി ഒന്ന് ഡോക്ടർ പറഞ്ഞു. ഇനീഷ്യലി നമുക്ക് ഒരു ബ്ലഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് നമുക്ക് അത്ര കണ്ട് കാണില്ല. ഒരു ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോൾ എല്ലാം നോർമൽ ആയിരിക്കും. ഇതിന്റെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ എത്തുമ്പോഴായിരിക്കും ബ്ലഡിൽ ചിലപ്പോൾ RA ഫാക്ടർ അല്ലെങ്കിൽ ESR ഒക്കെ ഹൈ ആയിട്ട് വരും. അപ്പോൾ പക്ഷെ നമുക്ക് ആയുർവേദത്തിൽ ഇതിന്റെ ഏർലി സിംറ്റംസ് തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിൽ ഈ പറഞ്ഞ കറക്ഷന്റെ കൂടെ തന്നെ വൈറ്റമിൻസ്, അത്യാവശ്യം ആവശ്യമുള്ള വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതോടുകൂടി പേഷ്യൻസിന് എപ്പോഴും നമ്മൾ കുറച്ച് എക്സസൈസ്, അത് ഏത് ഇപ്പം നീ ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഹാംസ്ട്രിങ് റിലേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, അതല്ല ബാക്ക് ആണെങ്കിൽ പാരാസ്പൈനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് നമ്മൾ എൻഡ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കലുണ്ട്. അതൊരു ലോങ് ടേമിന് ആവശ്യമാണ് താനും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ഷൂട്ടിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്നൊക്കെ യങ് ഏജിൽ കേൾക്കുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതൊരു സത്യമാണല്ലേ. അപ്പോൾ വളരെ കോമൺ ആയിട്ട് പ്രവാസികൾക്കിടയിൽ ധാരാളം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിൻ്റെ എഫക്റ്റും അതുപോലെ ആയിരിക്കും അല്ലേ. നമ്മൾ വൈകി ചെയ്യുന്നതിനേക്കാൾ എത്രയും പെട്ടെന്ന് എടുത്താൽ അത്രയും നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ആയുർമനയുടെ ലൊക്കേഷൻ സിലിക്കൺ ഒയാസിസിൽ ലിനക്സ് ടവറിലാണ് വരുന്നത്. ഇതുപോലെ ഷാർജ ന്യൂ മൊബൈലയിലും ആയുർമനയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. സിലിക്കൺ ഒയാസിസിലെ ആയുർമനയിലാണെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടറും അവൈലബിൾ ആണ്. പിന്നെ അജ്മാനിൽ പുതിയൊരു ബ്രാഞ്ചിൽ അധികം വൈകാതെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തരം ഇൻഷുറൻസ് കാർഡുകളും ഇവിടെ റീഇംബേഴ്സ്മെന്റ് ബേസിസ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും.